രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെറുതെ വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, വെറുതെ വിട്ടെന്ന് വെച്ചോ. എങ്ങനെയായിരിക്കും ഇയാൾ ഇത്രയും കാലം ഇയാളുടെ അമ്മയും ഇയാളുടെ സഹോദരിയും അനുഭവിച്ച അതിന് പകരം വയ്ക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, റോഡിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോൾ ഞാനൊന്ന് തൊടുവരുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഏത് ചോരയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആ ചോര കൊണ്ട് വരച്ച് പിന്നെ വേടനോട് കൊണ്ടുവന്ന് കൊടുക്കുന്നു, അവൻ കെട്ടിപ്പിടിക്കുന്നു. അത് ഇവളെന്തോ വലിയ ഒരു കിട്ടിയ കുറെ എണ്ണ ഈ വന്ന് വായി വിട്ട് അന്നം വിട്ട് വായി മുളന്നിരിക്കുന്ന എണ്ണ കൂടെ കൈയിടിക്കുന്നു. പിന്നെ അത് റീൽസ് എടുത്തെടുന്നു. നമസ്കാരം ചേട്ടാ, എനിക്കിന്ന് പറയാനുള്ളതേ വേറൊരു വിഷയമാണ്. അതായത് നമ്മൾ ബസ്സിൽ ഇപ്പം നിങ്ങൾ ബസ്സിലല്ലേ ഇപ്പോൾ കൂടുതലും വരുന്നത്? ഞാൻ കൂടുതലും ബസ്സിലൊക്കെയാണ്. വളരെ അപൂർവമായിട്ടാണ് ഞാൻ വാഹനം എടുക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ്. നമ്മളൊക്കെ ഞാനൊക്കെ സ്ഥിരം ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം പിന്നെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പിന്നെ എറണാകുളം പോയിരുന്നു. കഴിഞ്ഞല്ല 2 മാസം മുമ്പ് എറണാകുളം പോയിട്ട് ഞാൻ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്കൊരു മൊഴി കൊടുക്കാനുണ്ടായിരുന്നു. ആ മൊഴി കൊടുത്തിട്ട് ഞാനെടുത്ത് മറ്റേ വാട്ടർ മെട്രോയിൽ വൈറ്റിലെ വന്നു. ഹോട്ടലെല്ലാം ഞാൻ തലേദിവസം പോയതാണ്. റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ടി കയറാൻ വന്നപ്പോൾ 8:30 മണിയായി രാത്രി. അപ്പോൾ ഇങ്ങോട്ട് വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഒരുപാട് നമ്മുടെ ഈ കോട്ടയം വഴി വരാനുള്ള വണ്ടികൾ വളരെ കുറവാണ്. ആലപ്പുഴ വഴി വരാനുള്ള വണ്ടികൾ വരാൻ തോന്നില്ല. കാരണം മൊത്തത്തിൽ റോഡ് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു രക്ഷയുമില്ല. അതായത് 2 ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഈ 2 ബസ്സിലാണെങ്കിൽ 20 ബസ്സിൽ കയറാനുള്ള ആളുമുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താണ്, ഈ പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ കോട്ടയത്തേക്ക് പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ വരാം. പ്രൈവറ്റ് ബസ്സിൽ വന്നിറങ്ങി കോട്ടയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ 8:30-9 മണിക്കാവും തോന്നുന്നു. കോട്ടയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത ഏതെങ്കിലും ബസ് വരും. അതായത് ഈ നമ്മളെ ഈ കുമളിയിൽ നിന്നോ അങ്ങനെ വരുന്ന ബസ്സുകൾ, ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്ന, മൂന്നാറിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഇങ്ങോട്ട് വരണത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയറാൻ പോയപ്പോൾ ഈ ബസ്സിൽ എല്ലാ സൈഡ് സീറ്റുകളിലും ഓരോ പെൺപിള്ളേരാണ്. ചിലതിൽ അവരുടെ കാമുകന്മാർ കാണും, അല്ല ആൺസുഹൃത്ത്, അങ്ങനെ പറഞ്ഞുകൂടല്ലോ, ആൺസുഹൃത്ത് കാണും. പിന്നെ പെൺകുട്ടികളാണ്, അതായത് സ്ത്രീകളാണ്. ആ വലത് സൈഡും ഇടത് സൈഡും മൊത്തത്തിൽ സ്ത്രീകളാണ്. അത് നമ്മുടെ KSRTC ബസ്സാണെങ്കിൽ പോലും അവരങ്ങനെയാണ്. നമ്മൾ ഏത് ബസ്സിലും എടുത്ത് നോക്കൂ, അവർ ആ ഫുട്ബോളിൻ്റെ അവിടെ നിന്ന് കയറുന്ന ആ ഡ്രൈവർ സീറ്റിൻ്റെ മുമ്പിൽ 2 സീറ്റുണ്ട്, അത് അവർക്കാണ്. അത് കഴിഞ്ഞ് ഈ സൈഡിൽ മുഴുവൻ അവർക്കാണ്. ഇതിൽ കയറുമ്പം അംഗപരിമിതർ, വൃദ്ധർ, അന്ധർ, പിന്നെ ഗർഭിണികൾ, അമ്മയും കുഞ്ഞും, സ്ത്രീകൾ. പുരുഷന്മാർക്ക് ഒന്നുമില്ല. ഞാൻ ഈ പറയുന്നത് വേറൊന്നും ഉണ്ടല്ല. ഞാനെന്തിനാ പയ്യനോട് പറഞ്ഞു, ഈ പ്രൈവറ്റ് ബസ് കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു, വളരെ ടയേർഡാണ്, ഈ ബാഗ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അവരോടൊന്ന് പറയൂ, ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞു അയാളോട്. അപ്പം എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇനി അവളുമാരുടെ അടുത്ത് പറയണം, അവളുമാർ ഇനി എൻ്റെ നേരെ കയറണം, എനിക്ക് വയ്യ, ചേട്ടൻ തന്നെ ഒന്നും പറഞ്ഞു നോക്കാം. അപ്പം ഞാൻ ചെന്നിട്ട് ആദ്യം കയറിയപ്പം ഒരുത്തി ലൈസൊക്കെ പൊട്ടിച്ച് മാറ്റി മറ്റേ ചെവിയിൽ ആപ്പം കുത്തി കയറ്റി വെച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇപ്പുറത്ത് ആരുമില്ല. സത്യം പറഞ്ഞാൽ ഇരിക്കാൻ വേണമെങ്കിൽ ഇരിക്കാൻ പേടിയായിട്ടാണ്. നാളെ പറയും നമ്മൾ എത്തി നോക്കിയെന്നോ തോണ്ടി വിളിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വേദം അവിടെ വയറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പിറ്റേന്ന് രാവിലെ വരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പെണ്ണുങ്ങളടുത്ത് ഇരിക്കില്ല. അപ്പം അങ്ങനെ കയറാൻ പോയപ്പോഴത്തേക്ക് ഇവളും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2-3 സ്ത്രീകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും സീറ്റ് കിടക്കില്ലേ, നിങ്ങളൊന്ന് അങ്ങോട്ടിരിക്കുക. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ നിന്നിട്ട് പച്ച 2 നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി പോന്നു. പിന്നെ അവസാനം വേറൊരു ബസ് വന്നു. അതിലും ഇത് തന്നെ സ്ഥിതി. പക്ഷേ എന്ത് ചെയ്യാം, കുറേ നേരം നിന്ന് വന്നു, ബാഗ് കൊണ്ട് നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വന്നത്. അന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കൊന്ന് 1 മണി 2 മണി എന്തോ ആയി ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഇതിലുള്ള ഒരു അനുഭവം? നിങ്ങൾ സ്ഥിരം ബസ്സിൽ എനിക്കും അനുഭവം ഉണ്ടായിട്ട്. പക്ഷെ ഞാൻ കുറച്ച് ഇതുപോലെ ദീർഘദൂരം അല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് നോക്കൂല, ചെന്ന് അടുത്തേന്നിരുന്നിട്ട് മൈൻഡ് ചെയ്യില്ല. കാരണം വണ്ടി നല്ല വളവൊക്കെ വളയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും, ഒന്ന് തട്ടാതെ ബലം പിടിച്ച് കമ്പിയിലൊക്കെ പിടിച്ച് നീക്കാണ്. തട്ടിപ്പോയാൽ ഈ പറയുന്ന പോലെയാണ്, നമ്മൾ മനഃപൂർവ്വം പീഡിപ്പിക്കാൻ ശ്രമിച്ചു. തീർന്നില്ലേ നമ്മുടെ ജീവിതം? തീർന്നില്ലേ? അത് പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയും പ്രചാരത്തിലാവുന്നതിന് മുമ്പ് നോക്കും, ഇങ്ങനെയുള്ളൊരു വിഷയമേ ഇല്ലായിരുന്നു. പക്ഷേ അതായത് അതിന് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഈ നിയമങ്ങളൊക്കെ മാറിയതോടുകൂടിയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉത്സവപ്പറമ്പിൽ പോകുന്നു. ഉത്സവപ്പറമ്പിൽ പോകുമ്പോഴത്തേക്കും അവിടെ പറഞ്ഞു വേരാജവൈ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 6 കിട്ടും, വേരാജവൈ എന്ന് പറഞ്ഞ് കട്ടയമ്പടം അടക്കി കുലുക്കിയിടുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ്, അതൊരു വാഗ്ദാനമാണ്. അതുപോലെ കേരള ഭാഗ്യക്കുറി 1 സമ്മാനം 10 കോടി, 2 സമ്മാനം 5 കോടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇത് വാഗ്ദാനമാണ്.
പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ നറുക്കെടുപ്പുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നറുക്കെടുപ്പ് വരുമല്ലോ, അത് വാഗ്ദാനമാണ്, എന്തെങ്കിലും കിട്ടും. അല്ലാതെ ഇതിപ്പോ പറയാണ് പിന്നെ എന്താണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഈ സ്ത്രീത്വത്തെ മുഴുവൻ അങ്ങ് ചെല്ലുകയാണ്. എവിടെയാണോ അങ്ങോട്ട് ചെല്ലുകയാണ്, അല്ലാതെ ഇങ്ങോട്ട് അങ്ങോട്ട് അവിടെ ചെന്ന് കയറുകയാണ്. എവിടെയാണോ അവിടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതെന്താണെന്നറിയാമോ, സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളടുത്ത് മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു അകൽച്ച തോന്നും. അത് എത്ര ഇതായിരുന്നാലും അകൽച്ച തോന്നും. ആ തോന്നണ കാര്യം എന്താണ്, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെ മനസ്സിൽ വരുന്നത് ഈ നമ്മൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, റോഡിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോൾ ഞാനൊന്ന് തൊടുവരുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ അത് ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല. എന്തെന്നറിയാമോ, നാളെ ഭയം, അമ്മ സത്യമായിട്ട് ഭയമാണ്. കാരണം നാളെ എണീറ്റ് ഇവർക്കതൊന്നും കാണില്ലായിരിക്കും. പക്ഷെ നാളെ നമ്മളുമായിട്ട് നിൽക്കുന്ന ശത്രുക്കളോ ആരെങ്കിലും അവനെ ഇതുപോലെയാണ്, എന്തെങ്കിലും കൂടെ നിൽക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയുന്ന എന്നെ അവൻ ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചെടുപ്പോൾ എൻ്റെ അവിടെ കയറി പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ കയറി തോണ്ടി എന്നും പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. ബാക്കിയൊക്കെ പിന്നീടാ സംഭവം. അതിനിടയ്ക്ക് അതെല്ലാം തെളിയിക്കാൻ നമ്മളിടന്ന് ഊപ്പാട് വരണം, ഓടി ഊപ്പാട് വരും. അപ്പം അതാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നല്ല സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ പോലും നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടത് അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ എൻ്റെ ഓഫീസ് മുറിയിൽ ഞാൻ ഈ ഓഫീസ് മുഴുവൻ ക്യാമറയാണ്. ഓഫീസ് മുഴുവൻ ക്യാമറ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നാളെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. ഇനി എൻ്റെ മുറിക്കകത്ത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്റ്റാഫുകളായിരുന്ന പോലും കയറണമെങ്കിൽ ഒന്നിൽ ആരെങ്കിലും ഒരു ആണുങ്ങളില്ലാതെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളവരെ പുറത്തിറങ്ങി സംസാരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അത് നമ്മളിത് തമാശക്കല്ല പറയുന്നത്. എത്രത്തോളം ഈ ഒരു ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്നു, അതൊരു വല്ലാത്തൊരു പ്രവണതയാണ്. അതിൻ്റെ വലിയൊരു ഇതാണ്. അത് സുമേഷിന് മാത്രമായിരിക്കില്ല, പലർക്കും അതങ്ങനെ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ അതാണ് അവസ്ഥ കണ്ടുവരുന്നത്. ചേട്ടാ, കാറിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പണ്ട് നടന്നു പോയിട്ടുണ്ട്, ബസ്സിലൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായത് ഇപ്പോഴാണല്ലോ. ഇപ്പൊ ആർക്കാണ് വണ്ടി ഇല്ലാത്തത്? അതും ഒരു അങ്ങനെ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ അത് അങ്ങനെ പോകുമ്പോൾ പോലും നമ്മളെ പഴയ നമ്മുടെ അയൽപക്കക്കാർ, പണ്ട് ഉള്ള അയൽപക്കക്കാർ, കൂടെ പഠിച്ചവർ, പരിചയമുള്ളവരൊക്കെ വഴിയിലൊക്കെ നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവരെ വണ്ടിക്കകത്ത് കയറ്റണമെന്നുണ്ട്. പക്ഷെ പിന്നീടുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങനെ തിരിഞ്ഞങ്ങ് പൊക്കളയും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ബസ്സിന്റെ ഒരു ഇതിനെ കുറിച്ചാണ്. അത് ഈ ബസ്സിൽ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ. ഇത് അങ്ങനെ ഒരു റിസർവേഷൻ കോടതി വെച്ചിരിക്കണോണ്ടാണ്, അല്ലാതെ KSRTC വെച്ചതോ അല്ല. അതാണ് ഈ കോടതിയിൽ ഓരോരുത്തരും ഓരോ പരാതി കൊടുക്കും, ഓരോരോ ഹർജി കൊടുക്കുന്നതിനനുസരിച്ച് കോടതി ഓരോ വിധികൾ വരും. കോടതിയിലെ വിധികളെല്ലാം ശരിയാണ്, എല്ലാം ക്ലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോടതിക്ക് അവിടെ ഇരുന്നു കൊണ്ട് അവർ ഈ കോടതി മുറി ഇരുന്നു കൊണ്ടുള്ള ഒരു വീക്ഷണമാണ്. അവരെ കയ്യിൽ കിട്ടുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങളും പിന്നെ അതിന് കിട്ടുന്ന തെളിവുകളും മാത്രം വെച്ചിട്ട് അവർ വിലയിരുത്തുന്നത്. പൊതുരംഗത്ത് ഇതൊക്കെ എന്തുമാത്രം അപകടം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഈ റിസർവേഷൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെല്ലാം കയറി, എന്നിട്ട് ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്, ഈ സ്ത്രീ ഉൾപ്പെടെയാണ് ജനറൽ. അപ്പൊ അതാണ് പറഞ്ഞത്, പുരുഷന്മാർക്ക് അവരവിടെ കയറി ഇരുന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ജനറൽ സീറ്റാണ്. ജനറൽ സീറ്റ് എന്ന് പറയുമ്പോൾ ആണുങ്ങളെ സീറ്റ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പുരുഷന്മാരും സ്ത്രീകളും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും പെൺപിള്ളേർ ഉടനെ ഇട്ട് ഇത് പിടിക്കും. ഞരമ്പന്മാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഉണ്ട്. അപ്പൊ എന്തിനാണ് അവന്റെ അടുത്ത് ഇരിക്കാൻ പോരുന്ന പ്രശ്നം തീർന്നല്ലോ. അവർക്ക് ആണുങ്ങളുടെ സീറ്റ് ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ആ ഒരു മര്യാദയെങ്കിലും കാണിക്കുക. ശരി, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ബസ്സിൽ ആരുമില്ല, ബസ്സിൽ അങ്ങനെ തിരക്കാണെന്ന് വെച്ചോ. ഈ തിരക്കാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ തിരക്കില്ലാതിരിക്കുമ്പോഴും സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴും അവർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ ഒരു പ്രത്യേകിച്ചും ഈ ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ടിലെ 2 സീറ്റ്, ഒരു സിംഗിൾ സീറ്റ് പിന്നെ ഒരു ഡബിൾ സീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു 2-3 സീറ്റുണ്ട്. അവിടെ ഇരുന്ന് പോകാൻ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുന്നവരെയും കയറുന്നവരെയൊക്കെ കണ്ട് സൂചിച്ച് പോകാനായിട്ട് ഭയങ്കര ഇതാണ്. എന്നാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചിട്ട് കയറിട്ട് കണ്ടില്ലേ എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് എഴുതി ഒരു കുടുംബവകയായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ ഇതുപോലുള്ള വിഷയങ്ങൾ അല്ല, ഈ കേരളത്തിലുള്ള ഇത്തരം വലിയ വിഷയങ്ങൾ വളരെ സെൻസിറ്റിവിറ്റി ആയിട്ട് മാറുന്നത് അതിന് ഒട്ടനെ അപ്പം തന്നെ വാർത്ത ആവുകയല്ലേ. ഉടനെ വിഷയം അപ്പൊ തന്നെ വീഡിയോ വരുന്നു ചാനലിൽ. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചാനലിൽ വാർത്ത വന്നിരിക്കും. ഇവർ ആലോചിക്കുന്നത് എന്താ പറയുക, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തില്ലയോ എന്നുള്ള ചെയ്തു എന്നതിനാണ് വിശ്വാസം. കാരണം ഇതെല്ലാം പുറത്തു വന്നപ്പോൾ നമ്മൾ നമ്മുടെ യുക്തിക്ക് തന്നെ ചിന്തിക്കാം. പക്ഷെ അത് ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ശാരീരിക ബന്ധമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അത് അതിലുള്ള പൊരുത്തക്കേടുകൾ അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പൊരുത്തക്കേടുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അയാളെ എന്തുമാത്രം അധിക്ഷേപിച്ചെന്നറിയാമോ?
എന്തുമാത്രം അയാൾ അധിക്ഷേപിച്ചു. എങ്ങനെ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയും അത്? അല്ല, അത് കാര്യമുണ്ട്. അയാളുടെ അയാളും ശ്രദ്ധിക്കണമെന്ന് പൊതുപ്രവർത്തകനാണ്, ഒരു യുവജന സംഘടനയുടെ സ്റ്റേറ്റ് നേതാവാണ്, ഒരു ജനപ്രതിനിധിയാണ്. സ്വാഭാവികമായിട്ട് അയാൾ കുറെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പല ആണുങ്ങളുടെ അനുഭവം. ഈ അല്പസ്വല്പം ഈ ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾ നമ്മളോട് അംഗീകരിക്കില്ല, അവർ നമ്മളെ അധിക്ഷേപിക്കും, അത് വേറെ കാര്യം പോട്ടെ. ഈ അല്പം ഹീറോ ആയാൽ, ആരെങ്കിലും ഒരു അല്പം ഹീറോ ആയാൽ ആ ഹീറോയോടൊപ്പം ചേർന്ന് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചാലും ശരി, കബഡി കളിച്ചാൽ പോലും, കബഡി കളിയിൽ ഒരുത്ത നല്ലൊരു ഹീറോ ആയി കഴിഞ്ഞാൽ ഉടനെ ഓടി അടുത്തെത്താണ് സെൽഫി എടുക്കാനും കൂടെ ചേർന്ന് നിൽക്കാനും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പൊ അവർക്കൊരു ഹീറോയിസം ഒരു ആരാധനയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഹീറോ ആയിട്ട് പലരും കാണുന്നു, ഹീറോ ആയിട്ട് അയാളുടെ അടുത്തേക്ക് ഒരുപാട് വരുന്നു. ഇയാൾ അത് തിരിച്ചറിയണമായിരുന്നു. എൻ്റെ അടുത്തോട്ട് ഓടി വരും, പക്ഷെ ഞാൻ അത്രമാത്രം അവരെ അടുപ്പിച്ച് നിർത്തരുത്, ഒരു ദൂരെ ഇടണം. കാരണം ഞാൻ ഒരു ജനപ്രതിനിധിയാണ്, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. വന്നുകൊണ്ടിരിക്കുന്നവർ ചെയ്യാൻ പറ്റുള്ള പോലെ ഓടി അടുത്ത് വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഹീറോ താല്പര്യം മാത്രമാണുള്ളത്. അതിനെ ഞാൻ മുതലാക്കി ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത്, അവരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു പക്വത ചിന്ത അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അവിടെയാണ് രാഹുൽ. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ പറഞ്ഞില്ലേ സ്ത്രീകൾ ഈ ഹീറോകളെ കാണുമ്പോൾ പോകുന്നു എന്ന് പറയുന്നത്, അത് വേടൻ്റെ കാര്യം മാത്രം എടുക്കാം. ഒരു പെണ്ണ് വന്നിട്ട് വേദിയിൽ വന്നിട്ട് അവളുടെ ചോര കൊണ്ട്, അത് എന്ത് ചോരയാണെന്ന് എനിക്കറിയില്ല, ചോര കൊണ്ട് ഇവന്റെ പടം വരച്ചിട്ടുണ്ടെന്ന് കൊടുക്കുകയാണ്. അത് കണ്ടായിരുന്നു? അത് കണ്ടില്ല. ചോര കൊണ്ട്, ചോര പലതരത്തിൽ ശരീരത്തിൽ നിന്ന് വരുമല്ലോ. ഇനി ഏത് ചോരയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ചോര കൊണ്ട് വരച്ച് പിന്നെ വേടനോട് കൊണ്ടുവന്ന് കൊടുക്കുന്നു, അവൻ കെട്ടിപ്പിടിക്കുന്നു. അത് ഇവളെന്തോ വലിയ ഒരു കുറെ എണ്ണ ഈ വന്ന് വായി വിട്ട് അന്നം തൊട്ട് വായി മുളന്നിരിക്കുന്ന എണ്ണം കൂടെ കൈയിടിക്കുന്നു. പിന്നെ അത് റീൽസ് എടുത്തിടുന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഈ വേടനൊക്കെ അങ്ങനെ വേണമെങ്കിൽ തിരിച്ച് അതുപോലെ പെരുമാറും. പക്ഷേ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് അയാളൊരു മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടുന്ന എല്ലാ വിചാരങ്ങളും അയാൾക്കുണ്ട്. അയാൾ ചെറുപ്പക്കാരനാണ്. എല്ലാ മനുഷ്യനും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ സൂക്ഷിച്ച് തന്നെയാണ് ഇരിക്കണം അയാൾ ചെയ്തത്. ഒരു സ്ത്രീയോട് അയാൾക്ക് അടുപ്പം തോന്നി, അവർ തമ്മിൽ ചിലപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞ കണക്ക് റേപ്പ് ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ സ്ത്രീ എങ്ങനെ അതിന് ഒന്നുകിൽ ആ സ്ത്രീ അത്രയ്ക്കും മാനസികമായി തകർന്നെങ്കിൽ അവൾ അപ്പം തന്നെ ഇവനെ പ്രതികാര ചിന്തയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവൾ ഓടിപ്പോയി കേസ് കൊടുക്കും. പക്ഷെ ഇത് 2 വർഷം ഒന്നും ചെയ്തില്ല. അതാ ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് പിന്നെ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞതാണ്. അതായത് ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ റേപ്പ് ചെയ്തതിന് ശേഷവും, ആ തീയതിക്ക് ശേഷവും, ആ സമയത്തിന് ശേഷവും, അതിന് പല ദിവസങ്ങൾക്ക് ശേഷവും സ്ഥിരമായിട്ട് ഇവരും ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ഇവനോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കോടതി ചോദിച്ചത് അതെങ്ങനെ പറ്റും? ഞാൻ കോടതി ചോദിച്ചതിന്റെ പ്രധാന അവിടെയാണ് ഇപ്പം പ്രശ്നമായിരിക്കുന്നത്. കാരണം ഈ റേപ്പ് ചെയ്തു എങ്ങനെ നിങ്ങൾ കേസെടുക്കാൻ പറ്റും? റേപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. റേപ്പ് ചെയ്ത കേസെടുത്തെങ്കിൽ ഇയാൾ എങ്ങനെ വീണ്ടും ചാറ്റ് ചെയ്തു? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, വെറുതെ വിട്ടെന്ന് വെച്ചോ, എങ്ങനെയായിരിക്കും ഇയാൾ ഇത്രയും കാലം ഇയാളുടെ അമ്മയും ഇയാളുടെ സഹോദരിയും അനുഭവിച്ച അതിന് പകരം വയ്ക്കാൻ പറ്റൂ? അയാൾ കുറ്റവാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാളെ കുറ്റവിമുക്തനായിക്കോട്ടെ. മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചി കഷ്ണം വിശന്നിരിക്കുന്ന തെരുവ് പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് ഇത്തരൊരു വിഷയം വരുന്നത്. മുകേഷിൻ്റെ കേസിൽ വന്നത് നമുക്ക് എന്താണെന്ന് ഉള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ ഈ വിക്ടിം എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. പിന്നെ അതുപോലെ ദിലീപ് സിദ്ദിഖിൻ്റെ കാര്യത്തിലും എന്താണ് നടന്നതെന്ന് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് അഭിപ്രായം പറയാം. പക്ഷെ അതൊരു സഭ്യമായ തരത്തിലായിരിക്കണം. ഇത് കിട്ടുന്നു എന്ന് കരുതി അങ്ങ് തകർത്ത് വിട്ടാൽ ഇല്ല എന്നുള്ളത് ചാനലുകൾ പല ദിവസവും ഇപ്പം അങ്ങനെ ഇത്രയും ധൈര്യമുള്ള നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഒരു 2 കൂട് മെഴുതിരി മാച്ചുകൊണ്ട് നേരെ സെക്രട്ടേറിയറ്റിനോടൊപ്പം അവിടെ ചെന്നിട്ട് 2 സ്ത്രീ പീഡന കേസിലെ പ്രതിയായ ശശിയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ശശിക്കെതിരെ നിങ്ങളൊരു ഒരു പ്രതിഷേധം നടത്ത്.
മൂടി കെട്ടിയോ അല്ലെങ്കിൽ മെഴുതിരി കടിച്ചു പിടിച്ചോ എങ്ങനെയെങ്കിലും ഒരു പ്രതിഷേധം നടത്ത്. അതിനുള്ള ധൈര്യമുണ്ടോ? ദിലീപ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്, അയാൾ ഒരു സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഇത് ഭരണപക്ഷത്തിൽ ഉള്ള ഒരാളാണ്, ഒരു ഭരണചക്രം തിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് ഇപ്പം? ചീഫ് സെക്രട്ടറി കാര്യം ഒന്ന് പുറത്തു വരുന്നുണ്ട്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് കയ്യടി കിട്ടണം. ഇത് നാളെ നിങ്ങൾക്കും തിരിച്ചടി. പിന്നെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രിവിലേജ്, നിയമം തരുന്ന അധിക നിയമ പരിരക്ഷ, അത് വെച്ചിട്ടാണ് നിങ്ങളൊക്കെ ഈ കളിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് ഒരു മാന്യതയാണെങ്കിൽ അത് സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളുണ്ടെന്നേ. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് ഈ പറയുന്ന സ്ത്രീകളോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഈ പുരുഷന്മാരും മനുഷ്യരാണ്. നിയമം നിങ്ങൾക്ക് അധിക പരിരക്ഷ തന്നു എന്ന് കരുതി നിങ്ങളത് പരമാവധി അങ്ങ് മുതലാക്കരുത്. ഈ ചുരുങ്ങിയ പക്ഷേ ഇതുപോലെ പ്രൈവറ്റ് ബസ്സിലോ KSRTC ബസ്സിലോ ഒക്കെ കയറുമ്പോൾ പല ജോലികൾ ചെയ്തിട്ട് വരുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അവർ ഈ കമ്പിയിലൊക്കെ തൂങ്ങി നിന്നിട്ട് യാത്ര ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സീറ്റില്ല, നിങ്ങൾക്ക് അവിടെ സ്ത്രീകളുടെ സീറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു മാന്യത, നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ ഭർത്താവോ ഒക്കെയാണ് ഇതുപോലെ വരുന്നതെങ്കിലും അതെങ്കിലും നിങ്ങൾ പരിഗണിച്ചൊന്ന് അപ്പുറത്തൊക്കെ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ അങ്ങോട്ട് മാറാമല്ലോ. അതെ.